ഒരുപാട് ഭംഗിയുണ്ട്. ഗോൾഡ് ഫിഷിന് മാത്രമേ അറിയാം. അതിൻ്റെ ഇടയിലുള്ള ചെറിയ ബ്ലാക്ക് കളർ മീനൊന്നും പേരെന്നെ അറിയില്ല. ഇതാ സ്രാവ് പോലുള്ളൊരു മീൻ എന്നറിയില്ല, ആവോലി പോലുള്ളൊരു മീനുണ്ട്, ആവോലി പോലുള്ള മീനുണ്ട്. നല്ല രസമുണ്ട് ഈ മീനിനെ കാണാൻ. ശരിക്കും ടി വിയിലൊക്കെയാണ് ഇങ്ങനെ ഇതുപോലുള്ള മീനുകളൊക്കെ കണ്ടത്. നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചത് തന്നെ കാണാൻ. പിന്നെ അതാ വേറൊരു മീൻ, പിരാന പോലുള്ളൊരു മീനാണ്. എന്ത് ഭംഗിയാണ് ഈ മീനിനെ കാണുന്നത്. ഈ മീനിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ വേറെ മീനുകളുണ്ട്. അത് എന്ത് മീനാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, പക്ഷെ നല്ല വെറൈറ്റി മീനുകളാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. കണ്ടാലും നമുക്ക് മതി വരില്ല, അത്രയും നല്ല ഭംഗിയുണ്ട് ഈ മീനുകളൊക്കെ കാണാൻ. പിന്നെ അതാ വേറെ ഒരുപാട് മീനുകളുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കുഞ്ഞു മീനുകളും വലിയ മീനുകളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത്രയും വലിയ മീനിനൊക്കെ നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മീൻ കിടക്കുന്ന അക്വേറിയം തന്നെ സെറ്റ് ചെയ്തത് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. അതായത് നമ്മളെ മലയാളികൾക്കുള്ള ഒരു പ്രത്യേകതയാണ്, ഗ്ലാസ്സിൽ തൊടരുത് എന്ന് എഴുതി വെച്ചാൽ ഒന്ന് തൊട്ട് നോക്കണം. അതങ്ങനെയാണല്ലോ അല്ലേ മലയാളികൾ, എന്താ അല്ലേ? നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഗ്ലാസ്സിൽ തൊടരുത്, കൂടാതെ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ തൊടരുത്. പക്ഷെ അതൊന്നും അവർ ശ്രദ്ധിക്കാണ്ട് തൊട്ട് നോക്കുന്നുണ്ട്, എന്താ അല്ലേ? പിന്നെ എന്താ വേറൊരു അക്വേറിയം കണ്ട് അതിൽ എഴുതിയിട്ടുണ്ട് തൊടരുതെന്ന്. നല്ല രസത്തിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് വീഴുന്ന രീതിയിലാണ് ഈ അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഒരു ഗുഹ പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ തിരിച്ച് പോകുന്നത്, പുറത്തേക്ക് പോകുന്നത്. നല്ല രസമുണ്ട് ആ ഗുഹ. ഒരു ശരിക്കും പറഞ്ഞ ഒരു ഗുഹയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകണ ഫീലാണ് അവിടെ.